നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബ്ലൗസ് കട്ടിംഗ് ആണ്. സബിയ സച്ചി ബ്ലൗസ് കട്ടിംഗ്. അപ്പം പാർട്ടി വെയർ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാനിവിടെ 1 മീറ്റർ നല്ല തുണി എടുത്തിട്ടുണ്ട്. മെയിൻ ക്ലോത്ത് 80 സെൻറ്റിമീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് പേപ്പറിൽ കട്ട് ചെയ്യാം. പേപ്പറിൽ കട്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 11.5 ഇഞ്ച് വിഡ്ത്തും 14 ഇഞ്ച് ലെങ്ത്തും ഉള്ളൊരു പേപ്പറാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇവിടെ ഒരു 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ബാക്ക് ഓപ്പൺ ആണ്, അതുകൊണ്ടാണ് ഈ 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നത്. ഹുക്ക് വെക്കാനും ഹുക്കായി വെക്കാനും ഒക്കെയാണ് ഈ 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇടുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഈ 1/2 ഇഞ്ച് വിട്ടെടുത്തു 5.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 6 ഇഞ്ച് ആം ഹോൾ. നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് ഞാൻ മാർക്ക് ചെയ്യുന്നത് 9 ഇഞ്ചിലാണ്. 9 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇവിടെ നമുക്ക് 1 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ കർവ് ഒന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് വേസ്റ്റ് വേണ്ടത് 7.5 ഇഞ്ച്. 7.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പ്. നമുക്കിതൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് വരച്ചു കൊടുക്കാം. നെക്ക് ഞാൻ 3 ഇഞ്ചിലാണ് വരച്ചു കൊടുക്കുന്നത്. ഇവിടെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ച്. 10 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക. റൗണ്ട് നെക്കാണ്, അപ്പോൾ റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ബാക്ക് പോർഷൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്യാം. ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ബാക്ക് പോർഷൻ ഇതുപോലെ ഒന്നിട്ട് കൊടുക്കാം. ഈ ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി വേണം മാർക്ക് ചെയ്യാൻ. നമ്മുടെ ഇത് ബാക്ക് ഓപ്പൺ വരുന്നതാണ്. ഇത് നമ്മൾ തയ്ക്കുമ്പോൾ ഇത്രയും മൈനസ് ആവുന്നതാണ്. അപ്പോൾ ഇത്രയും നമുക്ക് ഇങ്ങോട്ട് മാറ്റിയിട്ട് കൊടുക്കണം. ഇതുപോലെ തന്നെ വെച്ച് നമുക്ക് നെക്കും ആം ഹോളും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പേപ്പർ മാറ്റാം. നമ്മൾ ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്യുന്നത് 7 ഇഞ്ചിലാണ്. അപ്പോൾ 7 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊരു നെക്കിൻ്റെ ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം. നെക്ക് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. ഈ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പോയിൻ്റ്, ബ്രസ്റ്റിൻ്റെ പോയിൻ്റാണ് വേണ്ടത്. പോയിൻ്റ് നമുക്ക് എടുക്കാനായിട്ട് ഈ മെയിൻ ടക്ക് വരുന്നത് ഈ സ്റ്റിച്ച് വരെ ഇതാണ് നമ്മുടെ പോയിൻ്റ്. അപ്പോൾ ഈ പോയിൻ്റ് നമ്മൾ എടുക്കുന്നത് ഈ ഷോൾഡറിൽ നിന്ന് ടേപ്പ് വെച്ചിട്ട് ഇവിടെ വരെ എത്രയുണ്ടോ
ആ ഒരളവാണ് നമുക്ക് പോയിൻ്റ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇതാണ് പോയിൻ്റ് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഞാൻ ഈ അളവ് ബ്ലൗസിൽ നിന്ന് പറഞ്ഞു തരുന്നത്. ബോഡിയിൽ നിന്ന് അളവെടുക്കുകയാണെങ്കിൽ നമുക്ക് ബോഡിയിൽ നിന്ന് എത്ര കിട്ടിയോ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടിയാൽ മതി. ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 10 ഇഞ്ചിലാണ്. 10 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. 1/2 ഇഞ്ച് കൂടെ കൂട്ടി 10 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് പോയിൻ്റ് ടു പോയിൻ്റ് അതും ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഈ ഒരു ടക്ക് വരെ എത്ര അകലമുണ്ട് അതാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഈ ഒരു പോയിൻ്റ് വരെ ടക്കിൻ്റെ മെയിൻ ടക്കിൻ്റെ എൻഡ് വരെ എത്ര കിട്ടുന്നു ഇതാണ് നമ്മുടെ പോയിൻ്റ് ടു പോയിൻ്റ്. ഇവിടെ ഞാൻ എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. അപ്പോൾ ആ 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ അനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ആം ഹോൾ ഒന്ന് വരച്ച് കൊടുക്കാം. ഇത് നമുക്ക് 1/2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതൊരു കർവ് ഷേപ്പ് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് സബ്യാസച്ചി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ജോയിൻ്റ് വന്നിരിക്കുന്നു ഇവിടം വരെ. ഇവിടുന്ന് നമുക്ക് ഈ ഒരു പോയിൻറ്റിലേക്ക് ഈ ഒരു പോയിൻറ്റിൽ നിന്ന് ഈ ഒരു പോയിൻറ്റിലേക്ക് ഒന്ന് കർവ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ കർവ് വെച്ച് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ ഇങ്ങോട്ട് കൊടുക്കാം. അതായത് 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തോട്ട് ഇവിടെ നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് താഴോട്ട് ഒരു ലൈൻ കൊടുക്കാം. ഇനി നമുക്ക് ഈ ലൈനിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് ഇത് നമ്മുടെ ടക്കാണ്. നമ്മുടെ ബ്ലൗസിൻ്റെ ടക്ക് എത്രയുണ്ട് അതിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അതായത് നമ്മുടെ സൈസ് അനുസരിച്ച് ഞാനിവിടെ മാർക്ക് ചെയ്തത് 3.5 ഇഞ്ചാണ്. ആ 3.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിത് ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. ഇതാണ് നമ്മുടെ ടക്ക് വരുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് നമ്മുടെ വേസ്റ്റ് വരുന്നത് 7.5 ഇഞ്ച്. ആ 7.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടുന്ന് 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് അതുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് 1.5 ഇഞ്ചിൽ നമ്മൾ മാർജിൻ മാർക്ക് ചെയ്തൊന്ന് വരച്ച് കൊടുക്കാം. അപ്പം ഈ ഒരു ലൈൻ വരുന്നത് ഇവിടോട്ട് വരും. നമ്മളിപ്പോൾ മാർക്ക് ചെയ്തെടുത്തോട്ട് വരും. അവിടെ നിന്ന് നമുക്ക് 1.5 ഇഞ്ച് ഈ ഒരു സ്ട്രേറ്റ് ലൈൻ ഇങ്ങോട്ട് വരും. ഇതാണ് നമുക്ക് കിട്ടുന്ന മാർജിന്. ഇനി നമുക്ക് ഇവിടുന്ന് ഈ ഒരു ലൈൻ വരെ ഇവിടം വരെ ഒരു 3 ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. 3 ഇഞ്ച് നമ്മുടെ കട്ടിങ്ങിനുള്ളതാണ്. ഇവിടെ നമുക്ക് 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കട്ടിങ്ങാണ്. ഈ കട്ടിങ്ങിൻ്റെ ഷേപ്പ് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. നമുക്കിത് നമ്മുടെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കട്ടിങ് ഇത് എക്സ്ട്രാ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതായത് നമുക്കിവിടെ വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നത് 3 ഇഞ്ചാണ്. ആ 3 ഇഞ്ച് വീതിയിൽ നമുക്ക് വേറെ കട്ട് ചെയ്തെടുക്കണം. നമുക്കിവിടെ ഒന്ന് കർവ് ഷേപ്പ് ശരിയായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഇതിങ്ങനെ ഈ ഒരു രീതിയിൽ വരും. നമ്മുടെ കപ്പ് നല്ല കറക്റ്റായിട്ട് കിട്ടും.
ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാം. നമുക്ക് ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു സൈഡിലും ഈ ഒരു വശത്തും 1/2 ഇഞ്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. അതായത് തയ്യൽ തുമ്പ് ഇവിടെ ഈ ഒരു ഭാഗത്തും നമുക്ക് ഈ ഒരു ഭാഗത്ത് 1/2 ഇഞ്ച് വീതം കൂട്ടിയിട്ട് കൊടുക്കാം. ഇവിടെ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് കൊടുക്കുക. കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിങ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ടക്ക് കഴിഞ്ഞുള്ള ഈ ഭാഗം, നമ്മൾ ഈ ട്രയാങ്കിൾ വരച്ച് കൊടുത്തതിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അതായത് ഇവിടെ വരെ കിട്ടുന്നിടം വരെ. ആ 3 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടി 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അവിടെ നമുക്ക് വേസ്റ്റ് വേണ്ടത് 7.5 ഇഞ്ച്. ആ 7.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യാം. ഒരു 1.5 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പ്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് 2.5 ഇഞ്ചാണ്. 1/2 ഇഞ്ച് കൂടെ കൂട്ടി 3 ഇഞ്ച്. ഒരു കർവ് ഷേപ്പ് കൊടുത്ത് മാർക്ക് ചെയ്യാം. കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നല്ല തുണിയിലോട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. നമ്മൾ പീസെല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നല്ല തുണിയിലോട്ട്. പിന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആദ്യം നമ്മൾ നല്ല പീസുമായിട്ട് അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്തതിന് ശേഷം അതായത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമ്മൾ 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് തയ്യൽ തുമ്പിന് വേണ്ടി. ആ 1/2 ഇഞ്ചിൽ നമ്മൾ തയ്ച്ചു കൊടുക്കുക. നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ നമ്മുടെ കപ്പ് ഈ ഒരു രീതിയിൽ കിട്ടും. അപ്പം നമുക്ക് 2 പീസ് ഞാൻ അറ്റാച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. നമ്മുടെ ഈ പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കപ്പൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കട്ടിങ് ഞാൻ ഒറ്റ പീസിൽ കട്ട് ചെയ്തെടുക്കണം. കാരണം നമ്മുടെ ബ്ലൗസ് ബാക്ക് ഓപ്പണാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനൊരു നല്ല തുണി 2 ലൈനിങ് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അറ്റാച്ച് ചെയ്യാം. ഈ സെൻറ്ററിൽ വരുന്ന വിധത്തിൽ ഇങ്ങനെ പിൻ ചെയ്തിട്ട് ഈ ഒരു ബ്ലൗസിൻ്റെ പീസുമായിട്ട് നമുക്ക് 1/2 ഇഞ്ചിൽ അറ്റാച്ച് ചെയ്തെടുക്കാം.
ഇതേപോലെ 1/2 ഇഞ്ചിലിങ്ങനെ തയ്ച്ചു കൊടുക്കുക. തയ്ച്ചതിന് ശേഷം കാണിക്കാം. ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കല്ലിൻ്റെ ലേസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ ഇതൊന്ന് ഒട്ടിച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.